ഇപ്പോഴത്തെ കോവിഡ് ബാധയിൽ പരിഭ്രാന്തി വേണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം 3 മാസത്തിലൊരിക്കൽ ആശുപത്രികളിൽ മോക്ക് ഡ്രില്ല് നടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. നിരീക്ഷണം ശക്തമാക്കാനും നിർദ്ദേശമുണ്ട്. നിതിൻ അംബുജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എന്താണ് അവലോകന യോഗത്തിന് ശേഷം ആരോഗ്യ മന്ത്രാലയം പറയുന്നത്? വേണു, രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകണം. അതിനെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും നൽകുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. 3 മാസത്തിലൊരിക്കൽ ആശുപത്രികളിൽ മോക്ക് ഡ്രിൽ നടത്തണം. ആശുപത്രികളുടെ തയ്യാറെടുപ്പുകൾ, നിരീക്ഷണമെല്ലാം തന്നെ ശക്തമായി തന്നെ തുടരണം എന്നാണ് ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കൂടാതെ വരാനിരിക്കുന്നത് ശൈത്യകാലം, അതോടൊപ്പം തന്നെ ഉത്സവങ്ങളുടെ സീസണാണ്. ഇതുകൂടി പരിഗണിച്ചുള്ള പ്രതിരോധ നടപടികൾ ഊർജിതമാക്കണം എന്നൊരു നിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിളിച്ച യോഗത്തിൽ സംസ്ഥാന ആരോഗ്യമന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ മറ്റ് കൂടുതൽ നടപടികൾക്കൊന്നും തന്നെ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളിലേക്കൊന്നും ആരോഗ്യ മന്ത്രാലയം കടന്നിട്ടില്ല. സാഹചര്യം കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് പരിശോധനയും അതോടൊപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ അത് ജീനോം സീക്വൻസിംഗിന് വിധേയമാക്കണം എന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും യോഗം അവസാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് യോഗത്തിൽ ഏറ്റവും പ്രധാനമായും ആരോഗ്യ മന്ത്രാലയം മുന്നോട്ട് വെച്ച നിർദ്ദേശം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനോടൊപ്പം നിരീക്ഷണം ശക്തമാക്കണം, കൂടാതെ ആശുപത്രികളെല്ലാം സജ്ജമാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.